നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വേദാസിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ അഥവാ മെഡീവൽ ഇന്ത്യ ദ സെന്റേഴ്സ് ഓഫ് പവർ എന്ന യൂണിറ്റിനെ കുറിച്ചാണ്. പാഠഭാഗത്തിന്റെ പേരിലുള്ളതുപോലെ തന്നെ മധ്യകാല ഇന്ത്യയെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ എന്താണ് മധ്യകാലഘട്ടം എന്ന് അറിഞ്ഞിരിക്കുന്നത്? അതായത് സിഇ 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനെയാണ് പ്രധാനമായും ഇന്ത്യൻ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. ദ പീരീഡ് ബിറ്റ്വീൻ സിഇ 8th century to 18th century ഈസ് ജനറലി നോൺ ആസ് മെഡീവൽ പീരീഡ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോ ഇന്ത്യൻ ചരിത്രത്തിന്റെ പ്രാചീന കാലത്തെ കുറിച്ച് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന് തുടർച്ചയായ മധ്യകാലഘട്ടത്തെ കുറിച്ചും അതിന്റെ അധികാര കേന്ദ്രങ്ങളെ കുറിച്ചുമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാഠഭാഗത്തിന്റെ ആദ്യം തന്നിരിക്കുന്ന കുറിപ്പ് നമുക്ക് ശ്രദ്ധിക്കാം. അതിൽ യമുന നദിയുടെയും ഡൽഹിയുടെയും പ്രാധാന്യത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. വിവരണത്തിൽ യമുനയുടെ സവിശേഷതകൾ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദി അല്ലെങ്കിൽ ട്രിബ്യൂട്ടറിയാണ് യമുന. യമുന നദി ഉത്തരാഖണ്ഡിലെ യമുനോത്രയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലൂടെ ഒഴുകുന്ന നദിയാണ് യമുന. ഡൽഹി അധികാര കേന്ദ്രമായ സിഇ 8ാം നൂറ്റാണ്ട് മുതലാണ് ഇന്ത്യൻ ചരിത്രത്തിന്റെ മധ്യകാലഘട്ടം അല്ലെങ്കിൽ മെഡീവൽ പീരീഡ് ആരംഭിക്കുന്നത്. ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി മാറ്റാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡൽഹിയുടെ ഭൂമിശാസ്ത്രം അഥവാ ടോപ്പോഗ്രഫി ഓഫ് ഡൽഹി. ഒന്നാമത്തേത് സിന്ധു ഗംഗാ സമതലം അല്ലെങ്കിൽ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ. രണ്ടാമതായി ആരവല്ലി പർവ്വതനിരകൾ അഥവാ ആരവല്ലി മൗണ്ടൈൻ റേഞ്ചസ്. മൂന്നാമതായി യമുന നദി അല്ലെങ്കിൽ ദ റിവർ യമുന. സിന്ധു ഗംഗാ സമതലം അല്ലെങ്കിൽ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ. ഈ പ്രദേശത്തെ ഫലഭൂഷ്ഠത കാർഷിക പുരോഗതിയെ സഹായിച്ചിരുന്നു. The fertility of the region has been favorable for agricultural progress. രണ്ടാമത്തെ ഘടകം അല്ലെങ്കിൽ ഫാക്ടർ നമുക്ക് നോക്കാം. ആരവല്ലി പർവ്വതനിരകൾ അഥവാ ആരവല്ലി മൗണ്ടൈൻ റേഞ്ചസ് ശത്രുക്കളുടെ ആക്രമണത്തെ തടയാൻ ഡൽഹിയെ സഹായിച്ചു. ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്നും കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കല്ലുകൾ ശേഖരിക്കുവാനും കഴിഞ്ഞു. These mountain ranges help Delhi to resist the invasions of enemies. Invasions എന്ന് പറയുമ്പോൾ കടന്നാക്രമണം എന്നാണ് അർത്ഥം. And the massive rocks of mountain range supplied the stones for construction of forts and buildings. മൂന്നാമത്തെ ഘടകം the river യമുന അഥവാ യമുന നദി facilitated water transportation and ensured enough water supply for Delhi. അതായത് യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതോടൊപ്പം ഡൽഹിക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്തു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഡൽഹി ഒരു അധികാര കേന്ദ്രമായി മാറിയത്. സിഇ 8ാം നൂറ്റാണ്ടിൽ ഡൽഹി ഒരു അധികാര കേന്ദ്രമായി മാറി. അന്നു മുതൽ ഇന്ത്യയുടെ മധ്യകാലഘട്ടം ആരംഭിച്ചു. രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമരന്മാരുടെ ഭരണകാലത്താണ് ഡൽഹി അധികാര കേന്ദ്രമായി മാറിയത്. ഡൽഹി ബിക്കം എ സീറ്റ് ഓഫ് പവർ. അന്ന് ഡൽഹി ദില്ലിക എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. തൊമരന്മാർക്ക് ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ വന്നത് രജപുത്ര വിഭാഗത്തിലെ തന്നെ മറ്റൊരു പ്രധാനികളായ ചൗഹാൻ രാജവംശം അഥവാ ചൗഹാൻ ഡൈനാസ്റ്റി ആയിരുന്നു. ചൗഹാൻ രാജവംശത്തിലെ അഥവാ ചൗഹാൻ ഡൈനാസ്റ്റിയിലെ അവസാന ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി ഖോറിലെ മുഹമ്മദ് അഥവാ മുഹമ്മദ് ഓഫ് ഖോർ ഡൽഹിയുടെ അധികാരം പിടിച്ചെടുക്കുന്നു. ഈ ഡിഫീറ്റഡ് പൃഥ്വിരാജ് ചൗഹാൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് ഡൊമിനേഷൻ ഓവർ ഡൽഹി. സിഇ 1206 ഖോറിലെ മുഹമ്മദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സേനാ നായകൻ അഥവാ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന കുത്തുബുദ്ദീൻ ഐബക് ഡൽഹിയുടെ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രാജവംശം മാംലൂക്ക് രാജവംശം അഥവാ അടിമവംശം എന്നറിയപ്പെട്ടിരുന്നു.
മാംലൂക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റി. മാംലൂക്ക് വംശത്തെ തുടർന്ന് വേറെ 4 രാജവംശങ്ങൾ സിഇ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്നു. ഇങ്ങനെ സിഇ 1206 മുതൽ സിഇ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന 5 വംശങ്ങളെ സുൽത്താൻമാർ അഥവാ സുൽത്താൻസ് എന്നും ഇവരുടെ ഭരണകാലത്തെ സൽത്തനത്ത് ഭരണകാലം അഥവാ സുൽത്താനേറ്റ് പീരീഡ് എന്നും അറിയപ്പെട്ടിരുന്നു. ഫ്ലോ ചാർട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് മാംലൂക്ക് വംശം അഥവാ അടിമ വംശം, മാംലൂക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റി. ഇതിലെ പ്രധാന ഭരണാധികാരികൾ കുത്തുബുദ്ദീൻ ഐബക്, ഇൽത്തുമിഷ് ആൻഡ് ബാൽബൻ. മാംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിൽ വന്നവരാണ് ഖൽജി വംശം അഥവാ ഖൽജി ഡൈനാസ്റ്റി. ഖൽജി ഡൈനാസ്റ്റിയിലെ അല്ലെങ്കിൽ ഖൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അതിനുശേഷം അധികാരത്തിൽ വന്നവരാണ് തുഗ്ലക് വംശം അഥവാ തുഗ്ലക് ഡൈനാസ്റ്റി. ഇവരിൽ പ്രധാനപ്പെട്ടവരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. അവർക്ക് ശേഷം സയ്യിദ് വംശം അഥവാ സയ്യിദ് ഡൈനാസ്റ്റി. ഖിസിർ ഖാനാണ് ഈ വംശത്തിലെ പ്രധാന ഭരണാധികാരി. ഏറ്റവും ഒടുവിലുള്ളതാണ് ലോധി ഡൈനാസ്റ്റി അഥവാ ലോധി വംശം. ഈ വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി. ഫ്ലോ ചാർട്ട് അനുസരിച്ച് പുസ്തകത്തിലെ പട്ടിക നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടത് 6ാം ക്ലാസ്സിലെ ആദ്യ പാഠഭാഗത്തെ കുറിച്ചാണ്. പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.